ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു വിഷൻ വേണം. ബേസിക്കലി വാട്ട് ഐ വോണ്ട് ടു അച്ചീവ്, ഐ വോണ്ട് ടു ഹാവ് ഇൻ കമ്മിങ് 5 years, ഒരു മിനിമം 5 വർഷത്തേക്കെങ്കിലും ഒരു കരിയർ പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ എല്ലാവർക്കും എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ പല പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്യേണ്ട ആൾ, കോണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടാവാം, പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ടാക്കുന്നവർ, ഡിസൈനിങ് ആസ്പെക്റ്റിൽ ഉണ്ടാവാം, ലോഞ്ചിങ്, അങ്ങനെ ദർ ആർ ഡിഫറെൻ്റ് ഏരിയാസ്. അപ്പോൾ ഇതിൽ എൻ്റെ പാഷനും എൻ്റെ കപ്പാസിറ്റി എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലോൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം കാര്യം ഉണ്ടാവില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാത്തവരില്ല. സാറൊക്കെ തുടങ്ങുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ആളുകൾ ഒരു അവയർനെസ് ഇല്ലാത്ത കാലഘട്ടം. പക്ഷെ ഇന്ന് എവരിബഡി നോസ് ആൻഡ് എവരിബഡി ഈസ് എന്താ പറയുക ലൈവ് ഇടുന്നൊരു കാലഘട്ടമാണ്. സോ ഒരു വല്ലാത്തൊരു മേഖലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ടെക്നോളജി ഡ്രിവണായി. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന കുറേ ചാലഞ്ചസ് വേറെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വേറിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് ഹൗ ഡു യു എന്താ പറയുക ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലൈക്ക് വൈസ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് പോകുമ്പോൾ ഏത് ഏരിയയിലാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്? വേർ യു വോണ്ട് ടു ബിൽഡ് യുവർ കരിയർ, വേർ യു വോണ്ട് ടു പേഴ്സണലൈസ് യുവർ സെൽഫ്, വേർ യു വോണ്ട് ടു ക്രിയേറ്റ് യുവർ ഇമേജ്, വേർ യു വാണ്ട് ടു ബ്രാൻഡ് യുവർ സെൽഫ്. പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കമ്പനീൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കുന്ന കൂടെ തന്നെ നിങ്ങളും നിങ്ങളെ പൊസിഷൻ ചെയ്യണം, ബ്രാൻഡ് ഡെവലപ്പ്. അപ്പോൾ ഈ ഒരു വിഷൻ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷൻ വേണം. ആ വിഷനിലേക്ക് വേണ്ട ആക്ഷൻ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പ്ലാനുകളോട് ഈ ഓരോ 6 months to അറ്റ്ലീസ്റ്റ് 1 year പ്ലാനുകൾ ഉണ്ടാക്കി ഓരോ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് എത്തുക. ഇതൊരു ഓവർനൈറ്റ് എത്തുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് ബേസിക്കലി നമ്മളുടെ സ്കോപ്പിലാണ് കിടക്കുന്നത്. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്തത്രത്തോളം സ്കോപ്പ് ഉണ്ട്. പക്ഷേ എനിക്കെന്ത് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ണാടിയിലേക്ക് നോക്കുക, നമ്മളിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ഷൈൻ.